जय गोपी जनवल्लभा गिरिवरधारी यशोदनन्दन व्रजनरञ्जन यशोदनन्दन व्रजनरञ्जन यमुनतीरावनचारि जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ गिरिवरधारी जय राधा माधव जय कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर शिवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपद जय प्रभुपद जय प्रभुपद जय प्रभुपद എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശം ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം തഥാ കൃഷ്ണപാദാം സർവലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 40-41 രണ്ട് ശ്ലോകങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യ ശ്ലോകം നമുക്ക് നോക്കാം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കര. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയ സ്ത്രീഷു ദുഷ്ടാസു വാഷ്ണേയ ജായതേ വർണ്ണസങ്കര. പദാനുപദ വിവർത്തനം. കൃഷ്ണ, അല്ലയോ കൃഷ്ണ, അധർമാഭിഭവാത് അധാർമികതയ്ക്ക് അധീനപ്പെട്ട് കുലസ്ത്രീകൾ പ്രദുഷ്യന്തി ദുഷിക്കുന്നു, സ്ത്രീഷു ദുഷ്ടാസു സ്ത്രീകൾ ചീത്തയാകുമ്പോൾ, വാഷ്ണയ ഹേ വിഷ്ണുവംശജ വർണ്ണസങ്കര അനഭിമത ജനനം ജായതേ ഉണ്ടാക്കുന്നു. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ
വിഷ്ണുകുലത്തിൽ പിറന്നവനെ സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു. ഭാവാർത്ഥം. ശിലപ്രഭുപാദിക്ക്. സമൂഹത്തിൽ സജ്ജനങ്ങൾ കൂടുതൽ ഉണ്ടാവണം. അത് ജീവിതത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും ആത്മീയ വിശ്വാസത്തിനും കളമൊരുക്കുന്നു. രാജ്യത്തിന്റെയും ജനതയുടെയും പൊതുവായ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി സമൂഹത്തിൽ സജ്ജനങ്ങൾക്ക് പ്രാമുഖ്യം ഉണ്ടാകത്തക്ക വിധത്തിൽ രൂപീകരിക്കപ്പെട്ടവയാണ് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വ്യവസ്ഥ. അത്തരമൊരു ജനസമൂഹം അതിൽ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ച് നിലനിൽക്കുന്നു. കുട്ടികൾ പിഴച്ചു പോകാൻ എളുപ്പമുണ്ട്, സ്ത്രീകൾ അധപ്പതിക്കാനും അത്ര തന്നെ എളുപ്പമുണ്ട്. അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും കുലത്തിലെ പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിവിധങ്ങളായ മതാചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന സ്ത്രീകൾ വഴിപിഴച്ചു പോകാൻ ഇടയില്ല. സ്ത്രീകൾ സാമാന്യ ബുദ്ധിമതികൾ അല്ലെന്നും അതുകൊണ്ട് അവരെ വിശ്വസിച്ചുകൂടെന്നും പണ്ഡിതനായ ചാണക്യൻ പറയുന്നു. അങ്ങനെ പാരമ്പര്യമനുസരിച്ചുള്ള വിവിധ ആചാരാനുഷ്ഠാനങ്ങളിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പാതിപത്യവും ഭക്തിയും കൊണ്ട് വർണ്ണാശ്രമധർമ്മത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാം. വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്നാലാകട്ടെ സ്ത്രീകൾ സ്വതന്ത്രകളായി പുരുഷന്മാരുമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അനാവശ്യമായ ജനപ്പെരുപ്പം ഉണ്ടാക്കിയേക്കും. ഉത്തരവാദിത്തമില്ലാത്ത പുരുഷന്മാരും സമൂഹത്തിൽ വ്യഭിചാര ആസക്തി വളർത്തി ജനപ്പെരുപ്പത്തിന് വഴിവെക്കും. മനുഷ്യവർഗത്തെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും. ശ്ലോകം 41. സംഗരോ നരകായേവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോ ജഗക്രിയാ. സംഗരോ നരകായേവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരേ ഹ്യേഷാം ലുപ്തപിണ്ഡോ ജഗക്രിയാം. പദാനുപദ വിവർത്തനം. സോറി. സംകര മിശ്രസന്തതി കുലഘ്നാനാം കുലം മുടിച്ചവർക്കും കുലസ്യച കുലത്തിനും നരകായ ഏവ നരകത്തിനായി തന്നെ ഭവിക്കുന്നു. ഹി നിശ്ചയമായും ഏഷ ഇവരുടെ പിതൃക്കൾ ലുപ്തപിണ്ഡോദക്രിയ പിണ്ഡവും ഉദക്രിയയും മുടങ്ങിയവരായിട്ട് പതന്തി വീഴുന്നു. ആവശ്യമില്ലാത്ത ജനമർദ്ദനുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമായും ആകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലന്തോറും പിണ്ഡമോ ഉദക്രിയയോ കിട്ടായാൽ അധപ്പതിക്കും. ഭാവാർത്ഥം ബൈശുൽ പ്രഭാതിക്ക്. കാമ്യകർമ്മങ്ങളിലെ വിധി അനുസരിച്ച് പിതൃക്കൾക്ക് യഥാകാലം പിണ്ഡോദക്രിയയുടെ ആവശ്യമുണ്ട്. ഇത് ചെയ്യുന്നത് വിഷ്ണു പൂജയിലൂടെയാണ്. വിഷ്ണു പ്രസാദം കഴിച്ചാൽ സർവ്വ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ചിലപ്പോൾ പിതൃക്കൾ പലതരത്തിലുള്ള പാപഫലങ്ങൾ നഷ്ടപ്പെടുകയായിരിക്കാം. മറ്റു ചിലർ ചിലപ്പോൾ സ്ഥൂല ശരീരം ലഭിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ പ്രേതരൂപേണ വർത്തിക്കുവാൻ നിർബന്ധരായിത്തീരും തിരികെയും ചെയ്യുന്നു. ഈ പ്രസാദോച്ഛിഷ്ടം പിതൃക്കൾക്ക് അർപ്പിക്കുന്നത് കൊണ്ട് പ്രേതാവസ്ഥയിലും മറ്റുമുള്ള ക്ലേശങ്ങളിൽ നിന്ന് അവർ മുക്തരാകുന്നതുമാണ്. പിതൃക്കൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് കുടുംബ പാരമ്പര്യമാണ്. ഭക്തിയുടെ ജീവിതത്തിൽ ഏർപ്പെടാത്തവർക്ക് വിധിച്ചതുമാണ്. കൃഷ്ണസേവനത്തിൽ മുഴുകിയ ഭക്തന്മാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലതാനും. ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ട് തന്നെ 1000 പിതൃക്കളെ ക്ലേശമുക്തരാക്കാൻ അവർക്ക് കഴിയും. ഭാഗവതത്തിൽ പറയുന്നു 11.5.41, അതായത് 11-ാം സ്കന്ധം 5-ാം അധ്യായം 41-ാം ശ്ലോകം. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണ്ണാം ന കിങ്കരോ നായം വൃണീച രാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. കർത്തവ്യങ്ങളെല്ലാം ത്യജിച്ച് മുക്തിദാതാവായ മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക്, സർവാത്മന ഈ ഭക്തിമാർഗം സ്വീകരിച്ചവർക്ക്, ദേവന്മാരോടാകട്ടെ ഋഷികൾ, ജീവജാലങ്ങൾ, കുടുംബാംഗങ്ങൾ, പിതൃക്കൾ, മനുഷ്യർ എന്നിവരോടാകട്ടെ യാതൊരു കടപ്പാടുമില്ല. എല്ലാ ബാധ്യതകളും പരമദിവ്യ പുരുഷനോടുള്ള ഭക്തി സേവനത്തിൽ സമീപം നിറവേറ്റപ്പെടും. ഹരേ കൃഷ്ണ. പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇവിടെ പലപ്പറ്റിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വിവാദമാക്കാൻ ആൾക്കാർ എടുത്ത് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവാം. തൊട്ടുമ്പ് ശ്ലോകം പറയുന്നുണ്ടല്ലോ, കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മനഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിഭവതിതാ എന്ന് തൊട്ടുമ്പ് ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ. കുലക്ഷയം ഉണ്ടാവും, അതുകൊണ്ട് ധർമ്മം നശിച്ച കുലക്ഷയം ഉണ്ടാവും. സനാതനമായി ചില അനാദികാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുലധർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നശിച്ചു പോകും.
അങ്ങനെ ധർമ്മം നഷ്ടപ്പെടും, അങ്ങനെ സർവ്വവിധ അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് അർജുനൻ തൊട്ടുമുമ്പ് ശ്ലോകത്തിൽ കൃഷ്ണനോട് പറയുന്നുണ്ട്. ഇതിൽ പ്രഭുപാദ് പർപ്പറ്റിൽ പറയുന്നു, ഒന്നാമത്തെ പോയിന്റ് ചാതുർവർണ്ണയത്തെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ചാതുർവർണ്ണ്യം എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ഓരോ സമൂഹത്തിലും ജനത പല അവബോധത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ പല ഗുണത്തിലും കർമ്മത്തിലും പെട്ട ആൾക്കാരാണ്, ഗുണങ്ങളുള്ള ആൾക്കാർ അല്ലെ. അതായത് ത്രിഗുണങ്ങളിലാണ് ഈ പ്രകൃതി നടന്നു ചരിക്കുന്നത് അല്ലെ. ഈ ത്രിഗുണങ്ങളാലാണ് ഭഗവാന്റെ നിർദ്ദേശാനുസരണം ത്രിഗുണങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ ലോകത്ത് കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ത്രിഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ നമുക്ക്. സാത്വികം, രജസ്, തമസ് അല്ലെ. തമസ്, രജസ്, സാത്വികം. ഏറ്റവും താഴ്ന്ന ലെവലിലുള്ളതാണ് തമോ ഗുണം, അതിന് തൊട്ടുമുമ്പിൽ മുകളിൽ രജോ ഗുണം, അതിനും മുകളിൽ സാത്വികം. നമ്മൾ ഈ സാത്വികത്തെങ്കിലും സാത്വിക ഗുണങ്ങളിലെങ്കിലും എത്തുന്നവരാണ് ബ്രാഹ്മണ ഗുണമുള്ളവർ എന്ന് പറയുന്നത് അല്ലെ. അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഭക്തി പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് മറ്റ് ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പറ്റും. രജോ ഗുണം തമോ ഗുണത്തിലുള്ളതിനെ പറ്റി ഒരുപാട് വരുന്ന ചാപ്റ്ററുകളിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് രജോ ഗുണത്തിലുള്ള എന്താ പറയാ ദാനധർമ്മങ്ങൾ എന്തൊക്കെയാണ്, തപസ്യ എന്താണ്, യജ്ഞങ്ങൾ എന്താണ്, എല്ലാം കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വരും ചാപ്റ്ററുകളിൽ പറയുന്നുണ്ട്. അപ്പോ ഈ ചാതുർവർണ്ണ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം പോലും ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും വളരെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ദുഷിക്കപ്പെടുകയും അല്ലെങ്കിൽ അപമാനിക്കപ്പെടുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു ഒരു വസ്തുതയാണ് ഈ ചാതുർവർണ്ണ്യം. കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്ധി കർത്താരമഭിയം. കൃഷ്ണൻ പറയുന്നു ഈ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ച ഞാൻ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല അതിൽ. ഓരോ മനുഷ്യരുടെയും അല്ലെങ്കിൽ ഓരോ ജീവാത്മാക്കളുടെയും വ്യക്തികളുടെയും ഗുണകർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് അവർ ഓരോ വർണ്ണത്തിലും പെടുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കതിൽ പങ്കില്ല, ഞാൻ അതിൽ ആരെ പെടുത്തുന്നില്ല. ഓരോ ജീവാത്മാക്കളും അവരുടെ ഗുണങ്ങൾ അനുസരിച്ചിട്ട് അവരിതിൽ പെടുകയാണ്. ഓട്ടോമാറ്റിക്കലി അവരതിൽ പെടുകയാണ്. നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്ന് പറഞ്ഞ ഓരോ ഗ്രേഡിൽ നമ്മൾ എത്തുക. അപ്പൊ നമ്മൾ മുൻജന്മ കർമ്മം അനുസരിച്ചിട്ടും ഉള്ള കർമ്മവാസന അനുസരിച്ചിട്ട് നമ്മൾ പുതിയ ജന്മം നമുക്ക് കിട്ടുന്നത്, പുതിയ ശരീരം കിട്ടുന്നത്. ആത്മാവ് ഒന്ന് തന്നെയാണ്, ആത്മാവിന് മാറ്റമില്ലല്ലോ. അപ്പൊ ശരീരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത ശരീരത്തിൽ കിട്ടുന്ന ഗ്രേഡ് അനുസരിച്ച് അടുത്തടുത്ത ബോധത്തിന്റെ നിലവാരം ABCD അങ്ങനെ ഗ്രേഡുകൾ കിട്ടും. അപ്പോ ഇത്രേ ഉള്ളൂ. ഈ ഗ്രേഡിംഗ് സിസ്റ്റം മാത്രമാണ്, അല്ല ഇതൊരു ജാതിയൊന്നുമല്ല. പിന്നീട് കാലഘട്ടം മാറി വന്നപ്പോ പിന്നീട് അത് ഒരു ജന്മജാതിയായിട്ട് മാറി. ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയന്റെ മകൻ ക്ഷത്രിയൻ. നമ്മൾ പുരാണങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഹ്മണന്മാർ ക്ഷത്രിയന്മാരുടെ കർമ്മം അനുഷ്ഠിച്ചു, ക്ഷത്രിയന്മാര് ബ്രാഹ്മണ കർമ്മം അനുഷ്ഠിച്ചു നമുക്കറിയാം അല്ലെ. വിശ്വാമിത്രൻ അദ്ദേഹം ഒരു ക്ഷത്രിയനായിരുന്നു. അദ്ദേഹം തപശ്ചര്യയും മറ്റു ഒക്കെ ചെയ്ത് അദ്ദേഹം എന്തായി, ബ്രഹ്മർഷിയായിട്ട് ബ്രാഹ്മണനായിട്ട് മാറി. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദ്രോണാചാര്യർ, കൃപാചാര്യർ ഇവരൊക്കെ ശരിക്കും ബ്രാഹ്മണരാണ്. അവർ ക്ഷത്രധർമ്മം അനുസരിച്ച് ക്ഷത്രിയന്മാരെ പോലെ ജീവിച്ചവർ, ക്ഷത്രധർമ്മം അനുഷ്ഠിച്ചവർ, യുദ്ധം ചെയ്തവർ അല്ലെ. അപ്പോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പരശുരാമൻ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് അല്ലെ. ഭൃഗുകുലത്തിൽ ജനിച്ച ഉത്തമകുല ബ്രാഹ്മണനാണ്. പക്ഷെ അദ്ദേഹം ക്ഷത്രിയന്റെ കർമ്മം അനുഷ്ഠിച്ചു. അപ്പൊ നമ്മള് ഈ ക്ഷത്രിയനും ബ്രാഹ്മണൻ ക്ഷത്രിയനും എല്ലാവർക്കും അങ്ങോട്ട് എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണന്റെ മകനെ ജനിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ആവണമെന്നില്ല. ഒരു ഡോക്ടറിന്റെ മകൻ ഡോക്ടർ ആവണം നിർബന്ധമില്ല അല്ലെ. അയാള് എന്താ പറയാ എൻട്രൻസ് എക്സാം എഴുതി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു, 5 വർഷം പഠിച്ച് 6ാം വർഷം ഹൗസ് സർജൻ ചെയ്താൽ മാത്രമേ MBBS കിട്ടിയാൽ മാത്രമേ അയാള് ഡോക്ടർ ആവൂ. അല്ലാതെ ഒരു ഡോക്ടറിന്റെ മോനാണെന്ന് വെച്ചിട്ട് അയാളെ നമ്മൾ സർജറി ചെയ്യിപ്പിക്കുമോ? ഒരിക്കലും ഇല്ല. എന്ന് പറയും പോലെ ഓരോ വ്യക്തികളും അവരുടെ ഗുണകർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ്. ഭഗവാൻ പറയുന്നുണ്ട് തസ്യ കർത്താരം അഭിമാം വിദ്ധി അകർത്താരം അഭിയം എന്നാണ് കൃഷ്ണൻ പറയുന്നത് അല്ലെ. ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചൊക്കെ ഞാനാണ്, പക്ഷെ ഇതിന് എനിക്കൊരു പങ്കുമില്ല, ഞാൻ ഇതിൽ പെടുന്ന ആളുമല്ല, ഭഗവാൻ ഇതിൽ പെടുന്ന ആളുമല്ല. ഭഗവാൻ ഇതിനൊക്കെ ഉപരിയായിട്ട് പരപുരുഷനാണ്. ഭഗവാൻ ഈ ചാതുർവർണ്ണയങ്ങളിലൊന്നും പെടുന്ന ആളല്ല. പല കൃഷ്ണൻ ഏത് ജാതിയിൽപ്പെട്ട ആളാണ്? ജാതി എന്നൊരു സംഭവം അവിടെ ഇല്ല, വർണ്ണമാണ്. വർണ്ണമാണെങ്കിലും ഭഗവാൻ നോക്കുമ്പോൾ ഭഗവാൻ ഏത് വർണ്ണം പറയാൻ പറ്റില്ല. ഭഗവാൻ ക്ഷത്രിയന്റെ പുത്രനായിട്ട് ജനിച്ചു, വളർന്നത് വൈശ്യനായിട്ട്, പിന്നെ രാജ്യം ഭരിച്ചു, ക്ഷത്രിയനായി രാജ്യം ഭരിച്ചു, യുദ്ധം ചെയ്തു. പിന്നെ അവസാനം ഈ ദാസന്മാർ അല്ലെങ്കിൽ ശൂദ്രന്മാരാണ് സാധാരണ പണ്ട് കാലങ്ങളിൽ ഈ തേരാളികളാവുന്നത്. തേരാളിയുടെ സേവനം അനുഷ്ഠിച്ചു. അപ്പൊ ഭഗവാൻ ഏതിലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അദ്ദേഹം ഇതിനൊക്കെ ഉപരിയാണ്. കാരണം ഈ ധർമ്മം ഉണ്ടാക്കിയത് ഭഗവാനാണ് അല്ലേ.
ധർമ്മസ്യ പ്രവരക്ഷിത. എല്ലാ ധർമ്മങ്ങളുടെയും പ്രഭു എന്ന് പറയുന്ന അച്യുതനാണ്. ധർമ്മന്തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഈ ധർമ്മം സൃഷ്ടിക്കപ്പെട്ടത് ആരാണ്? ശ്രീമദ് ഭാഗവതം ശാസ്ത്രം പറയുന്നുണ്ട്. ഈ ധർമ്മം സൃഷ്ടിച്ചത് തന്നെ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് ഈ ധർമ്മം. അപ്പോ ഭഗവാൻ എന്ത് പറയുന്നു അതാണ് ധർമ്മം. ഹരേ കൃഷ്ണ. ഭഗവാൻ എന്ത് പറയുന്നു അതാണ് ധർമ്മം. അപ്പൊ ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം. ഈ ധർമ്മം ഒക്കെ സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് അതുപോലെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ച ഭഗവാൻ ഇതിൽ യാതൊരു പങ്കുമില്ല. ഓരോ ജീവാത്മാക്കളും അവരുടെ ഗുണകർമ്മം അനുസരിച്ചിട്ട് ഇതിൽ പെടുന്നു. പ്രഭുപാദ് പറയുന്നു, ഇങ്ങനൊരു സമൂഹത്തിന് നല്ല നടത്തിപ്പിനായിട്ട് ഈ ചാതുർവർണ്ണ്യം വളരെ അത്യാവശ്യം, ഈ സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. ഈ ചാതുർവർണ്ണ്യ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന കേടുപാടുകൾ അല്ലെങ്കിൽ ആ ധർമ്മത്തിന്റെ ച്യുതികൾ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ എന്താ പറയാ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടൽ എന്ന് പറയാം അല്ലെ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം മൊത്തം താറുമാറായി മാറും. ഇവിടെ അർജുനൻ പറയുന്നു, ഇങ്ങനെ യുദ്ധമുണ്ടായി കുടുംബത്തിലെ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ്. എന്ത് സംഭവിക്കും? മുതിർന്നവരൊക്കെ മരിച്ചു. അവരാണ് വരുന്ന കുട്ടികൾക്ക് ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. എന്താണ് കുലധർമ്മം, നമ്മുടെ പൂർവികർ എന്താണ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഗൈഡൻസ് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ. നമുക്കറിയാം അച്ഛൻ മരിച്ചുപോയ ഈ പാണ്ഡവന്മാരെ എങ്ങനെയാണ് നമ്മുടെ ഭീഷ്മാചാര്യർ വളർത്തിക്കൊണ്ടുവന്ന് നമുക്കറിയാം അല്ലെ. എല്ലാ ധർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് അവരെ അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും യുധിഷ്ഠിര മഹാരാജാവിന് ധർമ്മം ഉപദേശിച്ചു കൊടുത്ത ആളാണ്. അപ്പൊ അങ്ങനെ ഒരു മുതിർന്ന തലമുറ കുടുംബത്തിലില്ല. നമുക്കറിയാം ഈ എന്താ പറയാ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെടൽ കുടുംബത്തില് അങ്ങനെ ഒരു രക്ഷാകർതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്ത വളർന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അങ്ങനെ നമ്മൾ പല അനുഭവങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അതാണ് അർജുനൻ പറയുന്നത്, അച്ഛന്മാര് മരിച്ചു കഴിഞ്ഞാൽ പിതാക്കളില്ല, പിതാക്കന്മാരില്ല കുടുംബത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പിതൃതുല്യരായിട്ട് ആൾക്കാരില്ലെങ്കിൽ കുട്ടികൾ അവരുടെ തോന്നിവാസം അനുസരിച്ച് ജീവിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കും, കുട്ടികൾ വഴിപഴിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, പ്രഭുപാദ് എടുത്തു പറയുന്ന ഒരു പോയിന്റ്, സ്ത്രീകള് സംരക്ഷണം അർഹിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഇതാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുകയും നമ്മുടെ മനുസ്മൃതി പല സ്ഥലങ്ങളിലും തീയിട്ട് കത്തിച്ച് പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഇത്ര കാരണമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതിൽ പറയുന്നുണ്ട്, പിതാ രക്ഷതി കൗമാരെ പതി രക്ഷതി യൗവനെ പുത്രേ രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മനുസ്മൃതിയില് 3-ാം അധ്യായത്തിലെ 45-ാമത്തെ അതിൽ പറയുന്നുണ്ട്. മനുസ്മൃതി പറയുന്നുണ്ട്, ഇതാണ് പിതാ രക്ഷതി കൗമാരെ പതി രക്ഷതി യൗവനെ പുത്ര രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഇതിന്റെ അർത്ഥം സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ട അങ്ങനെയല്ല. അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ആൾക്കാർ ഇവരിത് മാത്രമേ പറയൂ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അത് തൊട്ടു മുമ്പുള്ള കാര്യം ഇവരാരും എടുത്ത് പറയില്ല. അതാണ് ഈ കലിയുഗത്തിന്റെ പ്രത്യേകത. അവരോട് താല്പര്യമുള്ള ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് നമ്മുടെ സനാതന ധർമ്മത്തെയും ശാസ്ത്രങ്ങളെയൊക്കെ അവര് അധിക്ഷേപിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ തൊട്ടുമുമ്പുള്ള കാര്യം പറയില്ല, തൊട്ടുമുമ്പ് പിമ്പുള്ള കാര്യം പറയില്ല. അവർക്ക് ആവശ്യം മാത്രം അടർത്തിയെടുത്ത് എടുക്കും അവര്. കാരണം അവരുടെ ഇന്റൻഷൻ അങ്ങനെയാണ്, അത് സർവ്വം നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ എന്താണ് പറയുന്നത് ഇവിടെ? മനുസ്മൃതി പറയുന്നത്, ഒരു സ്ത്രീകളും കുട്ടികളും എപ്പോഴും ഈ പ്രഭുപാദ് പറയുന്നുണ്ട് വഴിതെറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളവരാണ്, മറ്റുള്ള ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് കുട്ടി. നമുക്ക് തന്നെ അറിയാം അല്ലേ, അത് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എത്ര തന്നെ ശാസ്ത്രം പുരോഗമിച്ചു, നമ്മുടെ കാലഘട്ടം മാറി എന്ന് പറഞ്ഞാലും കുട്ടികളും സ്ത്രീകളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതരല്ല. നമുക്ക് തന്നെ അറിയാം, എത്രയോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ദിവസം. അപ്പോ ഈ കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷണം, അതിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. സ്ത്രീകൾ എപ്പോഴും സംരക്ഷണം അർഹിക്കുന്ന ആൾക്കാരാണ്. അതിനടുത്ത് അവരെ താഴ്ത്തി കെട്ടുന്നല്ല. ഈ മുമ്പത്തുള്ള ശ്ലോകം കൂടെ പറഞ്ഞാലേ അതിന്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുമ്പോൾ മുമ്പ് എന്താ പറയുന്നത്? കുട്ടിക്കാലത്ത് സ്ത്രീകളെ കുട്ടിയായിരിക്കുന്ന സമയത്ത് പിതാവിന്റെ അല്ലെങ്കിൽ പിതൃതുല്യരുടെ സംരക്ഷണയിലായിരിക്കണം. അത് കഴിയുമ്പോഴോ അത് മനുസ്മൃതി പറയുന്നുണ്ട്, യഥാർത്ഥ പിതാവ്, ധർമ്മിഷ്ഠനായ പിതാവ് ഒരു പെൺകുട്ടി ജനിച്ചാൽ പ്രായപൂർത്തിയാകുന്ന
സമയത്ത് ആ ഒരു കൃത്യമായ സമയത്ത് ഒരു പുരുഷൻ, ഉത്തമനായ ഒരു പുരുഷൻ, അത് ഏതെങ്കിലും പുരുഷനല്ല, ഉത്തമനായ യോഗ്യനായ പുരുഷനെ പിടിച്ച് പാണിഗ്രഹണം കൈപിടിച്ച് കൊടുക്കണം, പാണിഗ്രഹണം നടത്തണം. അല്ലെ അങ്ങനെ ചെയ്യാത്ത പിതാവ് പിതാവല്ല എന്നാണ് മനുസ്മൃതി പറയുന്നത്. അപ്പോ സ്ത്രീകൾക്ക് എന്തുമാത്രം പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നു. ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന സ്ത്രീകളാണ് അല്ലെ. സ്ത്രീകളിൽ നിന്നാണല്ലോ കുട്ടികൾ അല്ലെ ജന്മം കൊടുക്കുന്നത്, അവരാണല്ലോ പ്രസവിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയധികം പ്രാധാന്യം ഉണ്ടെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. പ്രഭുപാദ് അതാ പറയുന്നത്, അവർക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഒരു സമൂഹത്തില് സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം മൊത്തം ദുഷിച്ചു എന്നാണ്. ഒരു സമൂഹത്തില് സജ്ജനങ്ങൾ ഉണ്ടാവണം. സജ്ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ ജനങ്ങൾ മൊത്തം ദുഷിച്ചവരാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മൊത്തം അധർമ്മം, യുദ്ധം, അടി പിടി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കൂ അവിടെ. ഈ ആൾക്കാരിൽ നിന്നാണല്ലോ സെലക്ട് ചെയ്യപ്പെട്ട് നമ്മൾ ഭരണാധികാരികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഭരണാധികാരികളും അങ്ങനെ ദുഷിച്ചവരായിരിക്കും. കാരണം ഈ ഉള്ളത് നല്ല ആൾ എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിൽ സജ്ജനങ്ങളുടെ പ്രാധാന്യം വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സജ്ജനങ്ങളുടെ എണ്ണം. പ്രഭുപാദ് പറയുന്നത് ഗുഡ് പോപ്പുലേഷൻ, സജ്ജനങ്ങൾ, നല്ല സമൂഹം. അപ്പൊ നല്ല സമൂഹം എന്ന് പറയുന്നത്, സമൂഹം എങ്ങനെയാ നമ്മൾ പറയാറില്ല എപ്പോഴും, കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എന്താ പറയാ സമൂഹം തുടങ്ങുന്നത്. അല്ല, ഒരു കുടുംബം നന്നായി കഴിഞ്ഞാൽ ആ സമൂഹം നന്നായി എന്നാണ്. അപ്പൊ അതിന് ഈ കുടുംബത്തില് കുലധർമ്മം പറഞ്ഞു കൊടുക്കാനും ധർമ്മം എന്താണെന്ന് പറയാനും ഒക്കെ ആയിട്ട് മുതിർന്ന ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ അവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അധർമ്മം സംഭവിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളും ആൾക്കാർ പെട്ടെന്ന് അവരെ വഴിതെറ്റിക്കും, ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീകളെ കുട്ടികളായിരിക്കുമ്പോൾ കുഞ്ഞു ബാലികമാരെ അവരുടെ പിതാക്കന്മാര് അല്ലെങ്കിൽ അവരുടെ പിതൃതുല്യർ അവരെ സംരക്ഷിക്കുകയും പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവരുടെ ഉത്തമമായ ഒരു കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അടുത്ത് വാർദ്ധക്യമാകുമ്പോഴാണെങ്കിലോ അവരെ പുത്രന്മാര് സംരക്ഷിക്കും. ഇതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇപ്പൊ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിലും സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരിക്കലും അൺഅറ്റൻഡഡ് ആയിട്ട്, അതായത് സംരക്ഷണമില്ലാതെ ഇരിക്കാൻ പാടില്ല. കാരണം അത്രയും പ്രാധാന്യം സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ശ്ലോകം മനുസ്മൃതി പറയുന്നത്. അതിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് വേറെ രീതിയിലാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഈ സ്ത്രീയാണ് ഈ സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ വീട്ടിൽ ഒരു അമൂല്യ വസ്തുക്കൾ അല്ലെ, രത്നങ്ങളോ വജ്രങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും ഭദ്രമായിട്ട് ലോക്കറിൽ വെച്ച് നമ്മൾ കൂട്ടി സംരക്ഷണം കൊടുത്ത് വയ്ക്കും അല്ലെ. എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാവും അതിന് മുകളിൽ. അപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്ന രത്നങ്ങളാണ്, ഡയമണ്ട്സ് ആണ്. അപ്പൊ അവരെ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുത്ത് സംരക്ഷിക്കുക. നമ്മുടെ വൈദിക സംസ്കാരം അതാണ് പറയുന്നത്. അല്ലാതെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ഉപഭോഗ വസ്തു അല്ല. അല്ലെ, ഇത്ര രൂപ കൊടുത്ത് സീതനം കൊടുത്ത് വേറെ തലയിൽ കെട്ടിവെച്ച് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപഭോഗ വസ്തു അല്ല സ്ത്രീ. അതാണ് നമ്മുടെ സനാതന ധർമ്മം, വൈദിക ശാസ്ത്രങ്ങൾ പറയുന്ന അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതിനകത്ത്. ഈ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത മാത്രമേ നമ്മുടെ ആൾക്കാർ പറയും, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ അത് കഴിഞ്ഞ് അത് 3-ാമത്തെ ചാപ്റ്ററിൽ 45-ാം ശ്ലോകം പറയുന്നുണ്ട്, എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത, എത്രേ ദാസുന പൂജന്തേ തത്ര സർവാസ് തത്ര അഫലാക്രിയാ എന്ന് പറയുന്നത്. എവിടെയൊക്കെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുണ്ടോ, പൂജിക്കപ്പെടുന്ന വെച്ചാൽ അവരെ ആരതി ചെയ്യണം എന്നല്ല, മാലയിട്ട് ആരതി നടത്തണം, ആരതി ചെയ്യണം, അങ്ങനെ പിടിച്ചിരുത്തി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പൂജിക്കപ്പെടുന്ന വെച്ചാൽ അവരെ ബഹുമാനിക്കപ്പെടണം. എവിടെയൊക്കെ സ്ത്രീകള് പൂജിക്കപ്പെടുന്നുണ്ടോ, ബഹുമാനിക്കപ്പെടുന്നുണ്ടോ, അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ, ആ സ്ഥലങ്ങളിൽ എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര, അവിടെ എല്ലാ ദേവീദേവന്മാരും അവിടെ പ്രസന്നരായിരിക്കും അല്ലെങ്കിൽ സന്നിഹിതരായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും ഐശ്വര്യം ഉണ്ടാവും ആ സ്ഥലം. എത്രേദാസു ന പൂജന്തേ തത്ര സർവ തത്ര അഫലാക്രിയ, എവിടെയൊക്കെ സ്ത്രീകൾ അവമാനിക്കപ്പെടുന്നുണ്ടോ, സ്ത്രീകളുടെ കണ്ണീര് വീഴുന്നുണ്ടോ, ആ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കുലത്തിലും സർവനാശം സംഭവം. അവർ ചെയ്യുന്ന ക്രിയകളെല്ലാം അഫലമായിട്ട് നമുക്കറിയാം. ദ്രൗപദിയുടെയൊക്കെ കണ്ണീർ വീണ പാണ്ഡവർ കുരുവംശത്തിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം അല്ലെ. കൗരവന്മാർക്ക് എന്ത് സംഭവിച്ചു? 108 101 അതിൽ 100 കൗരവന്മാര് അല്ലെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു അവർക്ക്? അപ്പൊ എവിടെയൊക്കെ സ്ത്രീകൾ അവമാനിക്കപ്പെടുന്നു, സ്ത്രീയുടെ കണ്ണീര് വീഴുന്നു, അവിടെയൊക്കെ നമ്മൾ ആ സർവനാശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. ആരാ പറയുന്നത്? മനുസ്മൃതി പറയുന്നു. ശോചന്തി ജായമോ യത്ര വിനശ്യത്യാശു തത്കുലം ന ശോചന്തി തത്രേത്ത വർദ്ധതേ തതി സർവദാ. ശോചന്തി ജായമോ, സ്ത്രീ എവിടെയാണ് ശോചന്തി ശോചിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിക്കുന്നത്? എത്ര വിനശ്യന്ത്യാശു തത് കുലം, അങ്ങനെയുള്ള കുലം എന്താണ്? എത്ര വിനശ്യത്യാശു, ആ കുലം സർവനാശം സംഭവിക്കും.
ന ശോചന്തി തു എത്രേതാ വർദ്ധതേ തത് സർവത. എവിടേക്ക് അവര് ദുഃഖിക്കപ്പെടാതെ, ദുഃഖത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ന ശോചന്തി എന്ന് വെച്ചാൽ ദുഃഖമില്ലാത്ത അവസ്ഥ, സന്തുഷ്ടരായിരിക്കുന്നു. ആ കുലങ്ങള് മേൽമേൽ എന്താ പറയുക, ഉന്നതി പ്രാപിക്കും. അങ്ങനെയുള്ള കുലങ്ങൾ എന്നാണ് മനുസ്മൃതി പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് അതിനാണ്, സ്ത്രീകൾക്ക് സംരക്ഷണം ആവശ്യമാണ്. അർജുൻ എന്താ പറയുന്നത്? അങ്ങനെ മുതിർന്ന പുരുഷന്മാരില്ലാത്ത കുടുംബത്തിൽ എന്ത് ചെയ്യും? മറ്റുള്ള ആൾക്കാർ വന്ന് ഈ കുലധർമ്മം നശിപ്പിച്ച്, സ്ത്രീകളെ മൊത്തം നശിപ്പിച്ചിട്ട് അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയാണ് അടുത്ത് പറയുന്നത് വർണ്ണസങ്കരം, അല്ലേ? അപ്പോ ഈ വർണ്ണസങ്കരം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ വർണ്ണാശ്രമധർമ്മം നിലനിൽക്കാതെ ആവുന്ന അവസരത്തിലാണ്. വർണ്ണാശ്രമധർമ്മം, ഇതിൽ ക്ഷത്രിയന്റെ പ്രാധാന്യം എന്താണ്? ക്ഷത്രിയൻ ഇവിടെ കേവലം അർജുനന്റെ കുടുംബത്തെ പറ്റി മാത്രം അർജുൻ പറയുന്നത്. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് പറയണം. ഒരു ക്ഷത്രിയന്മാർ മൊത്തം യുദ്ധം ചെയ്യുമ്പോൾ ക്ഷത്രിയന്മാരാണല്ലോ യുദ്ധത്തിൽ പങ്കെടുക്കുക. പ്രധാനമായിട്ട് ക്ഷത്രിയന്മാരെ മരിച്ചു. എല്ലാ ക്ഷത്രിയന്മാരും മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ക്ഷത്രിയൻ എന്താണ്? ക്ഷത്രിയൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ക്ഷയാത്രായത് ഇത് ക്ഷത്രിയ. ക്ഷയം അല്ലെങ്കിൽ അപജയത്തിൽ നിന്ന് സമൂഹത്തെ ഉദ്ധരിക്കുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷയാത്രായത് ക്ഷത്രിയ. അപ്പോ ഈ സമൂഹത്തിന്റെ മൊത്തം അധപ്പതനം അവിടെ നശിക്കും. അപ്പോ ഈ ചാതുർവർണ്ണത്തില് 4 വർണ്ണങ്ങള്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ 4 പേർക്ക് സമൂഹത്തിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ധർമ്മങ്ങൾ 2 തരത്തിലുണ്ട്, അല്ലെ? പരാധർമ്മ, അപരാധർമ്മം. പരാധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന, ഈ ലോകത്ത് കാണുന്ന തരത്തിലുള്ള ധർമ്മങ്ങളാണ്. നമ്മളിപ്പോ എന്താ പറയാ, ഈ ലോകത്ത് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ. പരാധർമ്മം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എന്താണ്? ഒരു ജീവാത്മാവ് നിലയ്ക്ക് പരമപുരുഷനായ മനസ്സിലാക്കി ആ പരമപുരുഷനെ സേവിച്ച് മുമ്പോട്ട് പോയി സദ്ഗതി പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു പരാധർമ്മം. പക്ഷെ അപരാധർമ്മം എന്ന് വെച്ചാൽ വ്യത്യാസമാണ്. ഓരോ വ്യക്തിക്കും അവരുടെ കുലം, ഗോത്രം, അവരുടെ വർണ്ണം ഇതനുസരിച്ച് പല സന്യാസധർമ്മം, ക്ഷത്രിയധർമ്മം, രാജധർമ്മം, പതിധർമ്മം, പിതൃധർമ്മം, പത്നിധർമ്മം, ജാതിധർമ്മം, നിമിത്തധർമ്മം, വർണ്ണധർമ്മം, കുലധർമ്മം, രാഷ്ട്രധർമ്മം, അങ്ങനെ പറയപ്പെടുന്ന ഒരുപാട് ധർമ്മം. ഒരു മരമാണെങ്കിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷെ അതില് പരാധർമ്മം എന്ന് പറയുന്നത് പരമപുരുഷനെ മനസ്സിലാക്കി മോക്ഷപ്രാപ്തി, ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു പ്രക്രിയ. പക്ഷെ മറ്റുള്ള ക്രിയകളൊക്കെ അപരാധർമ്മങ്ങളിൽ വരും. വ്യത്യസ്തമാണത്. ഒരു ബ്രാഹ്മണന്റെ ധർമ്മമല്ല ക്ഷത്രിയന്റെ. ബ്രാഹ്മണൻ അപ്പൊ ഈ ഗുണങ്ങൾ കൊണ്ടാണ് ഇവർ തിരിച്ചറിയുന്നത്. ബ്രാഹ്മണൻ സാത്വിക ഗുണം അധികമായിട്ടുള്ളവനാണ് ബ്രാഹ്മണൻ. ക്ഷത്രിയൻ എന്ന് പറയുന്നത് രജോ ഗുണം അധികമായിട്ടുള്ളവനാണ് ക്ഷത്രിയൻ. വൈശ്യൻ രജോ ഗുണവും തമോ ഗുണവും കൂടെ ഒരു മിശ്രിതമായിട്ടുള്ള ഗുണമുള്ള ആളാണ് വൈശ്യൻ. ശൂദ്രൻ എന്ന് പറഞ്ഞാല് തമോ ഗുണം ആണ് അധികരിച്ച് നിൽക്കുന്നത്. അപ്പോ പക്ഷെ ശരിക്കും ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ, വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ ഈ 3 ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ആളാണ്. ഭഗവാൻ ത്രിഗുണ അതീതനാണ് എന്ന് പറഞ്ഞാൽ പലരും പറയും ഭഗവാൻ ഗുണങ്ങളില്ലാത്തവനാണ്, നിർഗുണനാണ്. അതിന്റെ അർത്ഥം ശരിക്കും അങ്ങനെയല്ല. 3 ഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ളവൻ വിശുദ്ധ സത്വം അല്ലെങ്കിൽ വാസുദേവ തത്വം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തണം. അതായത് സാത്വികതയ്ക്കും മുകളിൽ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എത്തിയാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഭക്തനും അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ ആ ഒരു അത്രയും ഒരു പരിശുദ്ധീകരിച്ചിട്ടുള്ള ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു നിലവാരത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത ഈ ജന്മം ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാൻ പറ്റും. അതിന് നമ്മൾ മിനിമം സാത്വിക തലത്തിലെങ്കിലും എത്തിയാൽ മാത്രമേ നമുക്ക് കുറച്ച് ക്രിയകൾ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് ശുദ്ധമായിട്ടുള്ള ഭക്തിയും സേവനവും ഒക്കെ അനുഷ്ഠിച്ച് പതുക്കെ പതുക്കെ നമ്മൾ വിശുദ്ധ സത്വത്തിലേക്ക് ഉയരും. അതാണ് അതിന്റെ രീതി. ഈ നല്ലൊരു ജനതയുടെ ആവശ്യകതയെ പറ്റി പ്രഭു പറയുന്നത് ശാന്തിപൂർണവും സമാധാനപൂർണമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാവാൻ വേണ്ടിയാണ്. അതുമൂലം സമൂഹത്തിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടായി അവസാനമായിട്ട് ആത്മീയമായ ഉന്നതിയും ആ സമൂഹത്തിൽ ഉണ്ടാവും, അല്ലെ? നമ്മൾ കുറെയൊക്കെ ഈ ധർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു തെറ്റ് ചെയ്യാനായിട്ട് അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു മടിയുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെയൊക്കെ വളരെ ചെറുതിൽ തന്നെ ധാർമ്മികമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് മാത്രമല്ല, ഒരു കുട്ടി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വർണ്ണസങ്കരം എന്നോട് ഉദ്ദേശിക്കുന്നത് താഴ്ന്ന നിലവാരത്തിലുള്ള അവബോധത്തിലുള്ള കുട്ടികൾ, സന്താനങ്ങൾ, അല്ലെ? പറയാം ഉയർന്ന നിലവാരത്തിലുള്ള അവബോധം അറിയാൻ നമുക്ക് കോൺഷ്യസ്നസ് എന്ന് പറയും. താഴ്ന്ന തരത്തിലുള്ള അവബോധമുണ്ട്.
അപ്പൊ എങ്ങനെയാണ് താഴ്ന്ന നിലവാരത്തിലുള്ള അവബോധമുള്ള കുട്ടികൾ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വൈദിക സംസ്കാരം കുറച്ച് സംസ്കാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഷോഡശ സംസ്കാരം എന്ന് പറയും, 16 സംസ്കാരങ്ങളെ പറ്റി പറയുന്നു. ഒരു വ്യക്തി ജനിച്ച് മരിക്കുന്നവരെയുള്ള 16 ചടങ്ങുകൾ, ഏതാണ്ട് ചെറുതും വലുതുമായിട്ട് 40ഓളം ചടങ്ങുകളെ പറ്റി, സംസ്കാര ചടങ്ങുകളെ പറ്റിയിട്ട് മനുസ്മൃതി പറയുന്നുണ്ടെങ്കിലും അതിൽ 16 ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഗർഭാധാന സംസ്കാരം തുടങ്ങുകയാണ്. അതായത് ഒരു കുട്ടി ജനിക്കാൻ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു ജീവാത്മാവ് പ്രവേശിക്കുന്ന ആ സമയമുണ്ടല്ലോ, അപ്പൊ പുരുഷനും സ്ത്രീയും തമ്മിൽ എന്താ പറയാ യോജിച്ച് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയം. ആ സമയത്ത് ഈ മാതാപിതാക്കന്മാരുടെ അവബോധം എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ജീവാത്മാവായിരിക്കും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, ആ ഗർഭത്തിലേക്ക്. അതുകൊണ്ട് ആണ് പറയുന്നത്, ഇപ്പൊ ഈ ഗർഭാധാന സംസ്കാരമാണ് ആദ്യത്തത്, വിവാഹം കഴിഞ്ഞാൽ അടുത്തത്. ഇപ്പൊ ഈ ഗർഭാധാന സംസ്കാരം, അതിന് വിധിമുറകൾ ഒരുപാട്, അതിന്റെ റൂൾസും റെഗുലേഷൻസും ഒരുപാടുണ്ട്. നമ്മുടെ വൈഷ്ണവ സംസ്കാരത്തിൽ ഡിവോട്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് ചടങ്ങുകൾ അതിനകത്തുണ്ട്. സംസ്കാര ഒരു നമ്മുടെ ഗോപാലഭട്ട ഗോസ്വാമി നമ്മുടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ, ഓരോ സമ്പ്രദായത്തിനും പ്രത്യേക തരത്തില് എല്ലാം ഒന്നാണെങ്കിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമ്പ്രദായത്തിൽ ഗോപാലഭട്ട ഗോസ്വാമി എന്ന് പറയുന്ന ആചാര്യൻ സത്ക്രിയ സാരദീപിക എന്നൊരു ഗ്രന്ഥത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തന്മാരെല്ലാം ഈ സംസ്കാരങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ ഈ വൈദ്യ സംസ്കാരം ഫോളോ ചെയ്യുന്ന എല്ലാവരും ഇത് പാലിക്കണം എന്നാണ് ഉള്ളത്. അപ്പോ ഗർഭാധാന സംസ്കാരം വെച്ചാൽ ഒരുപാട് ചടങ്ങുകൾ, അതായത് നമ്മുടെ ബോധ നിലവാരത്തെ ആത്മീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് ആ നിലവാരത്തിൽ പൂർണ്ണമായ കൃഷ്ണാബോധത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു ആത്മാവ് പ്രവേശിക്കുമ്പോൾ അതിന് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ആത്മാവ് ഇവിടെ പ്രവേശിക്കുക. അല്ല എങ്കിൽ നമ്മുടെ അവബോധം, ഈ മാതാപിതാക്കന്മാരുടെ അവബോധം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് അവരെ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന കുട്ടി ആ നിലവാരത്തിലെ കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ക്ഷത്രിയന്മാരും ഒക്കെ ഉണ്ടായി വർണ്ണ സങ്കരം എന്താ പറയാ മുതിർന്ന കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ ഈ ഒരു ഷോഡശ സംസ്കാരങ്ങൾ നിലനിൽക്കുള്ളൂ. അപ്പൊ ഈ ഷോഡശ സംസ്കാരം നിലനിർത്താൻ ആളില്ല, അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, ചെയ്യാൻ ആളില്ലെങ്കിൽ മുതിർന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളാണ്, അവർക്ക് എന്തറിയാം? കുട്ടികൾ അവരുടെ പാട്ടിന് പോവും, സ്ത്രീകൾ അവരുടെ വഴിക്കും പോകും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് സ്ത്രീകളെ സംരക്ഷിക്കാൻ ആളില്ല എന്നറിയുമ്പോൾ അവരെ ദുഷിപ്പിക്കാനും അവരെ വെടിച്ചു കൊണ്ടുപോകാനും അധർമ്മികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും. അവർക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് അവർക്ക് അറിയാം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സംസ്കാര ക്രിയകൾ നടന്നില്ല എങ്കിൽ ആദ്യത്തത് ഗർഭാധാന സംസ്കാരം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഈ ക്രിയകളാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മുടെ വൈദ്യ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം ഗർഭാധാന സംസ്കാരം, അത് കഴിഞ്ഞ് 3-ാം മാസം ആകുമ്പോൾ പുംസാവനം, അത് കഴിയുമ്പോഴത്തേക്കും സീമന്തം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് പലതും. അത് കഴിയുമ്പോഴത്തേക്കും ജാതകർമ്മം കഴിഞ്ഞാൽ നാമകരണം, അത് കഴിഞ്ഞാൽ നിഷ്കർമ്മണം കഴിഞ്ഞാൽ അന്നപ്രാശനം, ചൂടാകരണം, കർണവേദം, വിദ്യാരംഭം, ഉപനയനം, വേദാരംഭം, കേശാന്തം, സമാവർത്തനം, വിവാഹം, അന്ത്യേഷ്ടി. അന്ത്യേഷ്ടി എന്ന് വെച്ചാൽ അവസാനം ചെതയെ കൊണ്ടുവച്ച് കത്തിക്കുന്ന അവസ്ഥ. അതൊരു സംസ്കാരമാണ്. അതും ശരിക്കും നമുക്കറിയാം, ഈ നമ്പൂരിമാരെ കാണുമ്പോൾ നമുക്കറിയാം, അവര് ഹോമമൊക്കെ ചെയ്തിട്ട് ആ ഹോമാഗ്നി കൊണ്ടൊക്കെയാണ് അവർ ചെത കത്തിക്കുന്നത്, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതെല്ലാം ഓരോ സംസ്കാരം. ഈ 16 സംസ്കാരത്തിൽ കൂടി ഒരു വ്യക്തി കടന്നു പോകണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ. എങ്കിൽ മാത്രമേ സംസ്കാരം, ഇതൊക്കെ നടത്തിക്കണമെങ്കിൽ മുതിർന്നവർ വേണ്ടേ കുടുംബത്തിൽ. അപ്പൊ അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ? ഇതൊന്നും നടക്കില്ല. അവസാനം സർവനാശം ഫലം എന്നാണ് പറയുന്നത്. അപ്പോ ഏതൊരു വ്യക്തി ഈ ഒരു ഷോഡശ സംസ്കാരത്തിൽ കൂടെ കടന്നു പോകുന്നു, അവര് സ്വാഭാവികമായിട്ടും ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. അവര് അനുഷ്ഠിച്ചോളും. പ്രത്യേകിച്ച് അതിന്റെ ട്രെയിനിങ് കിട്ടുന്ന കാരണം അവര് ശരിക്കും അതൊക്കെ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്, അനുഷ്ഠിച്ചോളൂ ഒരു ഓട്ടോമാറ്റിക്കലി. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സന്താന ധർമ്മങ്ങൾ പാലിക്കും. ഈ 16 സംസ്കാര ക്രിയകൾ ഇവിടെ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. വൃഷ്ണി വംശം. ഭഗവാൻ വൃഷ്ണി അല്ലെ, വൃഷ്ണി വംശത്തിൽ ജനിച്ച ആളാണ് ഭഗവാൻ. വാർഷ്ണേയ അല്ലെ, വാർഷ്ണേയൻ എന്ന് പറഞ്ഞാല് വൃഷ്ണി വംശത്തിൽ ജനിച്ച ആളാണ്. അതിന് പ്രാധാന്യം ഇവിടെ ഉണ്ട്. വാർഷ്ണേയ ജായതീയ വർണ്ണസങ്കര. വാർഷ്ണേയൻ എന്ന് പറഞ്ഞാൽ വൃഷ്ണി എന്ന് പറഞ്ഞ രാജാവിന്റെ കുലത്തിൽ ജനിച്ച ആളാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന് ഇത്രയും വലിയ കുലത്തിൽ ജനിച്ച കൃഷ്ണന്റെ കുലത്തെ എടുത്തു പറയാൻ കാരണം, കൃഷ്ണൻ ഇത്രയും വലിയ കുലത്തിൽ ജനിച്ച കൃഷ്ണന് ആ കുലത്തിന്റെ പ്രാധാന്യം കൃഷ്ണ എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെയാണ് അർജുനൻ ഇവിടെ ഇത് പറയുന്നത്. വൃഷ്ണി വംശം, അതായത്
നമ്മുടെ യയാതിയുടെ വംശത്തിൽ അല്ലെ യയാതിയുടെ പുത്രനായിട്ട് യദു അല്ലെ യദു വംശത്തിലാണ് കൃഷ്ണൻ ജനിച്ചത്. ആ യദുവിന് പിന്നെ താഴോട്ട് വരുമ്പോൾ പല ബ്രാഞ്ചായിട്ട് മാറുന്നുണ്ട് ഈ കുടുംബം, ഈ ഒരു കുലം. അങ്ങനെ അതില് യയാതിയുടെ പുത്രനായിട്ടുള്ള യദു, ആ വംശത്തിൽ ജനിച്ച സാത്വതൻ എന്നൊരു രാജാവുണ്ട്. സാത്വതൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. സാത്വതന്റെ പുത്രനാണ് വൃഷ്ണി. ആ വൃഷ്ണിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഗാന്ധാരി, മാദ്രി. നമ്മുടെ ഈ ഹസ്തിനപുരിയിൽ ഉണ്ടായിരുന്ന ഗാന്ധാരി മാദ്രിയും അല്ല, ഇത് വേറെ ഗാന്ധാരി മാദ്രിയാണ്. ഇപ്പൊ ഈ ഗാന്ധാരി മാദ്രി എന്ന് പറയുന്ന സ്ത്രീ ഉള്ള ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ, വൃഷ്ണിയുടെ. അതില് മാദ്രിയില് വൃഷ്ണിക്ക് ജനിച്ച പുത്രനാണ് ദേവമിദുഷ എന്ന് പറയുന്നത്. ദേവമിദുഷൻ. അപ്പൊ ദേവമിദുഷന്റെ പൗത്രനാണ് വസുദേവൻ. അത് കൃഷ്ണന്റെ പിതാവായിട്ടുള്ള വസുദേവൻ. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണനെ വാഷ്ണേയ എന്ന് വിളിച്ചത്. അത് കൃഷ്ണയുടെ കുലത്തിൽ ജനിച്ചവനെ. പിന്നെ ഇതിന് തൊട്ടുമുമ്പ് ഇനി അന്തകനുണ്ട്, ഭോജ. അതായത് കൃഷ്ണന്റെ അമ്മ ദേവകി മാതാവ്, കൃഷ്ണന്റെ അല്ല, വസുദേവരുടെ മാതാവിന്റെ കുലം എന്ന് പറയുന്നത് ഭോജക വംശമാണ്. പക്ഷെ കൃഷ്ണന്റെ തിരുവോധാരത്തോടു കൂടി വൃഷ്ണി, അന്തക, ഭോജക ഈ 3 ഇത് വീണ്ടും 3 ബ്രാഞ്ചസും വീണ്ടും ഒത്തുചേരുകയാണ്. ആണ് കൃഷ്ണൻ വാഷ്ണേയനാണ്, വൃഷ്ണിവംശ പ്രതീകനാണ് പ്രദീപ എന്ന് പറയലൊക്കെ. വൃഷ്ണിവംശ പ്രദീപ, കൃഷ്ണവംശത്തിന്റെ കുലവിളക്കാണ്, കൃഷ്ണവംശ കുലത്തിന്റെ അണയാത്ത ദീപമാണ് ഭഗവാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ വസുദേവരുടെ മാതാവ് ഭോജക വംശത്തിലെ രാജകുമാരിയാണ്. ഇടയ്ക്ക് അന്തകൻ എന്നൊരു രാജാവ് വരുന്നുണ്ട് ഇതിനു മുമ്പായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഈ വൃഷ്ണി, അന്തക, ഭോജ ഇതെല്ലാം യദുവിന്റെ കുലത്തിൽ, യദുവിന്റെ പരമ്പരയിൽ വരുന്ന ആൾക്കാരാണ് ഇതെല്ലാം. അപ്പൊ കൃഷ്ണന്റെ കുലം എന്ന് പറയുന്നത് വൃഷ്ണിയുടെ കുലത്തിൽ. അപ്പൊ കൃഷ്ണന് ആ ഒരു ഇത്രയും വലിയ കുലത്തിൽ ജനിച്ച കൃഷ്ണന് കുലധർമ്മത്തിനെ പറ്റി, കുലത്തിന്റെ പ്രാധാന്യത്തെ പറ്റി അറിയാമായിരിക്കണമല്ലോ എന്ന് ഈ വാഷ്ണേയ എന്നൊരു പദം തന്നെ എടുത്ത് ഉപയോഗിക്കാൻ കാരണം. അതില് അടുത്ത പറയുന്നത് പിണ്ടോദക ക്രിയ. പിണ്ടോദക ക്രിയ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ, ഒരാൾ പിതൃക്കള് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ക്രിയകള്. നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ വൈദിക സംസ്കാരത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുണ്യം ചെയ്ത ആൾക്കാരാണെങ്കിൽ അവര് സ്വർഗത്തിലേക്ക് പോവുകയും, അത്രയധികമൊന്നും ചെയ്തിട്ടില്ല, ഒരു ആവറേജ് പുണ്യമൊക്കെ ആണെങ്കിൽ പിതൃലോകത്തെത്തി. എല്ലാവരും പിതൃലോകത്ത് എത്തില്ല, കുറച്ചു പേർക്ക് പിതൃലോകത്ത് എത്താം. അപ്പൊ പിതൃലോകത്ത് എത്തിയ ആൾക്കാരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അവർക്കൊരു മോചനം കൊടുക്കാനാണ് നമ്മൾ ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു. അപ്പൊ ഈ പിതൃകർമ്മം ചെയ്യണമെങ്കിൽ ആര് വേണം? പുത്രൻ വേണം അല്ലെ. പുംനാമോ നരകാത്രായതേ പുത്ര. പുംനാമോ നരകാത്. നമ്മുടെ 28 തരം മെയിൻ നരകങ്ങളെ പറ്റി സബ് ബ്രാഞ്ചസ് അതിനകത്ത് വേറെ ഉണ്ട്. എങ്കിലും ശ്രീമദ് ഭാഗവതത്തില് പ്രധാനമായിട്ട് പറയുന്ന 28 നരകങ്ങളാണ്. ഇതിൽ ഒരു നരകത്തിന് പും എന്ന് പറയുന്ന നാമത്തിലുള്ള പും എന്ന് പറയുന്ന ഒരു നരകമാണ്. പുംനാമ നരകാത്രായതേ പുത്ര. അപ്പൊ ഈ പും നാമ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന എന്താ പറയാ ആളിനെയാണ് പുത്രൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് മോചിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, പിണ്ടം ചില അന്നം ഉരുട്ടി കൊടുക്കുന്ന, ഉദകം എന്ന് വെച്ചാൽ ജലം. അപ്പൊ ജലവും ആഹാരവും അന്നവും ഉരുട്ടി കൊടുത്ത് തർപ്പണം ചെയ്ത് ഇവർക്ക് അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് മോക്ഷം കൊടുക്കുന്ന അവസ്ഥ. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും, നമ്മൾ ധർമ്മവും ചെയ്തില്ലെങ്കിലും, അധർമ്മിയായിട്ടിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. മോക്ഷം ആ മോക്ഷമല്ല, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന മോക്ഷമല്ല, ആ മുക്തിയല്ല. അപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ എന്തൊക്കെ ചെയ്താലും മദ്യപിച്ച് ഇങ്ങനെ മതോമത്തനെ നടന്നിട്ട് എല്ലാ അനാചാരങ്ങളും അധർമ്മം ചെയ്തിട്ട് അവസാനം എന്റെ മക്കൾ എനിക്ക് കർമ്മം ചെയ്താൽ ഞാൻ അങ്ങ് പോകുന്നതാണ്. പക്ഷെ കലിയുഗത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കലിയുഗത്തില് അത്രയും കഴിവുള്ള കർമ്മികൾ ചെയ്യിക്കാനുള്ള പുരോഹിതന്മാരും ഇല്ല, അങ്ങനത്തെ മന്ത്രങ്ങൾ ഉച്ചരിക്കാനുള്ള തപശ്ചര്യയും ഉള്ള ആൾക്കാരും ഇല്ല. അത് ചെയ്യുന്ന പുത്രനും ധാർമ്മികനായിരിക്കണമെങ്കിൽ മാത്രമേ അതൊക്കെ അവിടെ ഫലത്തിൽ പറ്റും. കലിയുഗത്തിലാണെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഏതെങ്കിലും ആള് പൂജ ചെയ്ത് മക്കള് പുത്രന്മാര് പിണ്ടം ഉരുട്ടി തന്ന് നമ്മൾ രക്ഷപ്പെടാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് രക്ഷയുള്ളൂ, അതിന് ഹോപ്പുള്ളൂ. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ചെയ്യാനൊന്നും രക്ഷയില്ല. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും വലിയ പ്രസക്തിയില്ല, അതിനുള്ള ഹോപ്പുമില്ല. അതുകൊണ്ട് നമ്മള് പക്ഷെ ഇതൊക്കെ പ്രഭുത് പറയുന്നുണ്ട്, കർമ്മകാണ്ഡത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട് സാധാരണ ധർമാനുസരിച്ച്. പക്ഷേ ഒരു വ്യക്തി ഭഗവാന്റെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം. അർജുനൻ ഈ പറയുന്ന സാധാരണ ഒരു
വ്യക്തികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഉള്ളത് തന്നെയാണ്, ഇതൊന്നും ഇല്ലാത്തതല്ല. പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ മോക്ഷം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഈ പ്രേതാവസ്ഥ എന്ന് പറയുന്നത് അല്ലേ, ഒരു ഗോസ്റ്റ് പ്രേതാവസ്ഥ. നമ്മൾ ദുന്തുകാരിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ, ഭാഗവത മഹാത്മ്യത്തിൽ. അപ്പൊ പ്രേതാവസ്ഥയിൽ നിന്നും പ്രേത അവസ്ഥയിൽ നമ്മൾ ഈ പരിശ്രമ സംശയത്തിൽ പോയിട്ട് ഈ പിണ്ടോദകം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഭഗവാന്റെ പ്രസാദമാണ് അവിടെ അന്നമായിട്ട് അവിടെ പുരട്ടി കൊടുക്കുന്നത് നമ്മൾ. അതുകൂടെ പ്രഭുപാദ് പറയുന്നു, ഭഗവത് പ്രസാദം വിഷ്ണു പ്രസാദമാണ് അവര് പിതൃക്കൾക്ക് അർപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ആത്മാക്കൾക്ക് എന്തായാലും ഒരു ഗുണം ഉണ്ടാവും എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട് പർപ്പറ്റിൽ. പക്ഷേ ഒരു വ്യക്തി, അപ്പൊ ഈ പ്രേതാവസ്ഥ വെച്ചാൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ, ശരീരം ഇല്ല, പക്ഷെ അതേ സമയത്ത് ദുർമരണപ്പെടുന്നവരും അല്ലെങ്കിൽ കാലം അത്രയും അധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാർ ഈ അവരടുത്ത് എത്തൂല. എന്താ പറയുക, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു ചെയ്ത് അമ്മാത്തോട്ട് എത്തിയില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുക. അവർക്ക് ശരീരം ഉണ്ടാവില്ല, പക്ഷെ എല്ലാ വിചാരങ്ങളും ദാഹം എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ആണ് അവരുടെ അവസ്ഥ. അപ്പൊ അവർക്ക് ആ പ്രേതാവസ്ഥ, പ്രേതമുക്തി പ്രദോഭവ എന്നാണ് ആ മന്ത്രം പറയുന്നത്. ആ മന്ത്രങ്ങളിൽ ഒരു വാക്ക് ഇങ്ങനെയാണ്, പരിശ്രമ സംശയത്തിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും അല്ലെ. നാരായണനെയൊക്കെ വിളിച്ച്, ഭഗവാനെ വിളിച്ച് നാമം പറഞ്ഞാണ് അവിടെ ചെയ്തവർക്ക് അറിയായിരിക്കും അത്. അപ്പം പ്രേതമുക്തി പ്രദോഭവ എന്നാണ്, ആ പ്രേതാവസ്ഥയിൽ നിന്നുള്ള ഒരു മുക്തിയാണ് നമ്മൾ ഈ പിണ്ടോദക്രിയകളിലൂടെ ചെയ്യുന്നത്. പക്ഷെ പ്രഭുപാദ് അവസാനം പറഞ്ഞു വെക്കുന്നത് എന്താണ്, ദേവർഷി ഭൂതാപ്ത നൃണം പിതൃണ്ണാം നകിങ്കരോ നായം മൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്തകൃത്തം. എന്താണ്, നമുക്ക് എല്ലാ ജീവാത്മാക്കൾക്കും പ്രത്യേകതരം കടങ്ങളുണ്ട്. ഋണം എന്ന് വെച്ചാൽ കടം എന്നാണ് സംസ്കൃതത്തിൽ. പലതരത്തിലുള്ള കടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ദേവർഷി, ഋഷി, ദേവന്മാരോട് കടമുണ്ട് നമുക്ക്, ഋഷിക്കളോട് നമുക്ക് കടമുണ്ട്, പിതൃക്കളോട് കടമുണ്ട്, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മറ്റ് ജീവാത്മാക്കളോട് നമുക്ക് കടമുണ്ട്. ദേവന്മാരുടെ ദേവന്മാരെ നമുക്ക് ബാക്കി ഈ എല്ലാം നമുക്ക് എന്താ പറയുക, ഭൗതികലോകത്തിന് ആവശ്യമായിട്ടുള്ള അവരാണല്ലോ ഇൻചാർജ് ആയിട്ട് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ട്. അപ്പൊ അവരോട് നമുക്ക് പലതരത്തിലുള്ള കടങ്ങളുണ്ട്. ഋഷിമാരോട് കടമുണ്ട്. എന്താണ് ഋഷിമാരോട് കടമെന്ന് വെച്ചാല്, ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തന്നത് വേദശാസ്ത്രം തന്ന ഋഷിമാരാണ്. അപ്പൊ ആ കടം നമുക്കുണ്ട് ഋഷിമാരുടെ ഹൃദയത്തിലാണ്, അവിടെ ധ്യാനാവസ്ഥയിൽ അവിടെ ഹൃദയത്തിലാണ് ഈ ജ്ഞാനങ്ങളൊക്കെ അന്ന് ഉരുത്തിരിഞ്ഞു വന്ന് എന്താ ഭഗവാൻ കൊടുത്തത്. അങ്ങനെയാണ് അവര് തലമുറ കൈമാറി വന്നതും പിന്നീട് കലിയുഗം ആയപ്പോഴത്തേക്കും അതൊക്കെ എഴുതി വെക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ്. മുമ്പൊക്കെ വേദശാസ്ത്രം ശ്രുതി എന്ന് അറിയപ്പെടുന്നത് അല്ലെ, കേട്ട് കേട്ട് പരമ്പരയെ കൈമാറി വരുന്നത് ശ്രുതി എന്ന് പേര് വേദശാസ്ത്രങ്ങൾക്ക്. അപ്പം ഈ ഋഷിമാരോട് നമുക്ക് കടമുണ്ട്, നമുക്ക് ഈ ശാസ്ത്രങ്ങളും ഒക്കെ തന്നുകൊണ്ട് അങ്ങനെ കടമുണ്ട്. പിതൃക്കളാണല്ലോ നമുക്ക് ശരീരത്തിന് കാരണമായവരാണല്ലോ. നമ്മൾ ഈ ബോധ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ്, അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണെങ്കിലും, ആത്യന്തികമായിട്ട് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണെങ്കിലും അത് കാരണക്കാരായിട്ട് നിമിത്തമായിട്ട് മാറുന്ന ഇവരാണല്ലോ. അപ്പൊ ഈ പിതൃക്കള് നമുക്ക് ശരീരം തന്നതിന് അവരോട് നമുക്കൊരു കടമുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമുള്ള, അല്ലെ നമുക്കറിയാം, നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ചുറ്റുമുള്ള ജീവാത്മാക്കളുടെ സഹായത്തിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലെ. വയറിനകത്തുള്ള ദഹനം നടക്കണമെങ്കിൽ പോലും എന്താ വേണ്ടത്, നമുക്ക് ഉള്ളിലുള്ള ബാക്ടീരിയസ് വർക്ക് ചെയ്താലേ നമുക്ക് ദഹനം നടക്കുള്ളൂ അല്ലെ, ദഹനം മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് മറ്റുള്ള ജീവാത്മാക്കളുടെ സഹായം നമുക്ക് അത്യാവശ്യം. അപ്പൊ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം പല കാര്യങ്ങൾക്കും അല്ലെ. നമുക്കറിയാം പല ജീവികളും നമ്മൾ സഹായിക്കുന്നുണ്ട്, മരങ്ങള്, വൃക്ഷങ്ങള്, ജീവികള് അല്ലെ, ഇവൻ കാക്ക, എല്ലാം നമ്മളെ പല ചെറിയ എന്താ പറയാ ചെറിയ ഷഡ്പദങ്ങൾ പോലും നമ്മളെ സഹായിക്കുന്നില്ലേ. അവരാണ് പരാഗണം നടത്തി പുഷ്പങ്ങളും ഫലങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ. അങ്ങനെ നമ്മളിങ്ങനെ പലതരത്തിൽ കടപ്പെട്ടിരിക്കണം. പക്ഷേ ദേവർഷി ഭൂതാപ്ത നൃണം പിതൃണ്ണാം നകിങ്കരോനായ ഋണിജരാജൻ. എന്താണ്? സർവാത്മന ശരണം ശരണ്യം യഥോ മുകുന്ദം പരിഹൃത്യകർത്തം. അതായത് എല്ലാവർക്കും ആത്യന്തികമായിട്ട് ശരണം നൽകുന്നവനായിട്ടുള്ള, അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് എല്ലാ ജീവാത്മാക്കളുടെയും ശരണസ്ഥലമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടതായിട്ടുള്ള ആ ഹരി, ആ ഭഗവാന്റെ, മുകുന്ദൻ എന്നൊരു പേര്, ആ വാക്കിനോട് വളരെ പ്രാധാന്യമുണ്ട്. മുകുന്ദ, മുക്തിദാതായി മുകുന്ദ. മുക്തി നൽകാൻ കഴിവുള്ളവനാണ് മുകുന്ദൻ. ഭഗവാൻ കൃഷ്ണനെ മാത്രമേ മുകുന്ദ എന്ന് പറയാറുള്ളൂ അല്ലെ, വേറെ ആരെയും മുകുന്ദ എന്ന് പറയില്ല. കാരണം അൾട്ടിമേറ്റ്, ആത്യന്തികമായിട്ടുള്ള ആ ഒരു മോക്ഷം അല്ലെങ്കിൽ മുക്തി തരാൻ കഴിവുള്ള, ഈ ഭൗതികതയിൽ നിന്നുള്ള ജന്മമരണ ചക്രത്തിന് ആത്യന്തികമായിട്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും കരിച്ചു കളഞ്ഞിട്ട് നമ്മളെ
ഭഗവത്ധാമത്തിൽ കൊണ്ടുപോകാൻ ഈ ജന്മശരണം രക്ഷപ്പെടുത്താൻ ശക്തി അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ഒരാ വ്യക്തിയുള്ള ആ വ്യക്തിയാണ് മുകുന്ദൻ. അപ്പൊ ആരാണോ സർവർക്കും ശരണ്യമായിട്ടുള്ള ശരണം പ്രാപിക്കേണ്ടതായിട്ടുള്ള ആ മുകുന്ദന്റെ പാതാരബന്ധങ്ങൾ ആരാണോ ശരണം പ്രാപിച്ചിട്ടുള്ളത് ആ വ്യക്തികൾക്ക് ഈ തരത്തിലുള്ള ഒരു കടങ്ങളും എന്താ പറയാ ബാധകമല്ല. അവരാരും ഈ കടം ചെയ്യേണ്ടതില്ല. എപ്പോഴും നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ച് ഭഗവാന്റെ സേവനം ഏർപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നെ ഈ ചെറിയ ചെറിയ ഇതൊന്നും കൊടുക്കേണ്ട കാര്യം ഇല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആ ഒരു പാതാരബന്ധങ്ങളെ ആശ്രയിച്ചിരിക്കണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് വെള്ളം ഒഴിക്കും. നമ്മൾ ഇലയ്ക്കും പൂവിനും കായ്ക്കും പ്രത്യേകം ഒന്നും വെള്ളം ഒഴിക്കാറില്ല, വേരിൽ മാത്രം വെള്ളം ഒഴിക്കും അല്ലേ. യത്കന്ത ശാഖോ എന്താ പറയാ, ആ ശ്ലോകം ഓർമ്മ കിട്ടില്ല എനിക്ക് പെട്ടെന്ന്. ശ്രീമദ് ഭാഗവത ശ്ലോകമാണ്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്, നമ്മള് പലതരത്തിലുള്ള ഭുജോപശാഖ തൃപ്തി ആ ശ്ലോകമാണ്. അപ്പൊ ആ ശ്ലോകത്തില് പറയുന്ന ഒരു മരം നട്ടിട്ട് അതിന്റെ പ്രത്യേകിച്ച് അതിന് നമ്മള് പ്രത്യേകിച്ച് വെള്ളം ചെടിക്കും ചെടിയുടെ ഇലയ്ക്കും കായിനും പൂവിനും ഒഴിക്കണം. നമ്മൾ വേരിൽ മാത്രം ഒഴിച്ചാൽ മതി. അതുപോലെ കാരണമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവാന്റെ ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആ ശ്ലോകത്തിന് പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ ആഹാരം കഴിക്കുന്ന വായിലൂടെ കഴിക്കുന്നു, അത് നമ്മുടെ അന്നനാളത്തിലൂടെ പ്രവേശിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എത്തി അത് ദഹനം സംഭവിച്ച് അതിന്റെ പോഷകാംശങ്ങൾ എല്ലാ ശരീരഭാഗങ്ങൾക്കും അത് ആവശ്യമായ സ്ഥലത്തേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ കണ്ണിന് പ്രത്യേകം ചോറ്, വായിക്ക് പ്രത്യേകം, മൂക്കിന് പ്രത്യേകം. ആരും മൂക്കിലോട്ടൊന്നും ചോറ് വാരിടാറില്ലല്ലോ, കണ്ണിലോട്ടൊന്നും അല്ലേ. കറിയൊന്നും വാരി കണ്ണിലോട്ട് ഒഴിക്കാറില്ല. ചെവിയിലോട്ട് കുറച്ച്, ചെവിക്ക് കുറച്ചിരിക്കട്ടെ കുറച്ച് പാല്, ആ കണ്ണിന് കുറച്ച് അച്ചാറിരിക്കട്ടെ, അങ്ങനെ ഇടാറോ നമ്മളില്ല. നമ്മളെല്ലാം വായിട്ട് അകത്തോട്ട് നമ്മൾ ഇട്ടുകൊണ്ടു അത് അകത്തന്റെ പ്രോസസ്സ് നടന്ന് കിട്ടേണ്ട സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട്. ഈ രണ്ട് ഉദാഹരണങ്ങൾ പോലെയാണ് നമ്മൾ ഈ സർവ്വകാരണ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവ്വകാരണ കാരണം, സർവത്തിനും കാരണമായിട്ടുള്ള ആ ഗോവിന്ദനെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, മുകുന്ദനെ ശരണം പ്രാപിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആത്യന്തികമായിട്ടുള്ള ധർമ്മം, അതാണ് പരാധർമ്മം. ആ ഒരു ജീവാത്മാവിന്റെ ആത്യന്തികമായ ധർമ്മം, ആ പരാധർമ്മം അനുഷ്ഠിക്കുന്നവർത്തന്നെ ഈ ഒരു അപരാധർമ്മങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അർജുനൻ ഭഗവാന്റെ അന്തരംഗ ഭക്തനാണ് അല്ലെ, എറ്റേണൽ അസോസിയേറ്റ് ആണ്. പക്ഷെ എങ്കിലും ആ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ നമുക്ക് ഈ ധർമ്മങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് തന്നെ, അതിനു വേണ്ടിയാണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം. ഹരേ കൃഷ്ണ. ആർക്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ല അഭിപ്രായം പറയാവോ അല്ലെങ്കിൽ ചോദിക്കുകയോ ചെയ്യാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി, കഥാമത പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞങ്ങളിവിടെ മാരേജിന്റെ പ്രോഗ്രാമിലാണ് പ്രഭു. സഫാരി പ്രോഗ്രാം ഉണ്ടല്ലോ. അല്ല, ബാക്കി ഭക്തന്മാരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് നിർത്തുമോ? ഓക്കെ പ്രഭു.